ഹേ ഗൈസ്, ഹോപ്പ് യു ആൾ ആർ ഡൂയിങ് വെൽ. ഞാനാണെങ്കിൽ ഓസ്ട്രേലിയയിൽ എത്തിയിട്ട് ഇപ്പോൾ ഒരു 2 to 3 weeks ആയി കാണും. ആൻഡ് ഐ വോണ്ടഡ് ടു മേക്ക് ദിസ് വീഡിയോ ഫോർ ദ പീപ്പിൾ ഹു ആർ കൺഫ്യൂസ്ഡ് വെദർ ഓർ നോട്ട് ദേ ഷുഡ് ലീവ് ഇന്ത്യ ആൻഡ് പെർസ്യൂ ദെയർ കരിയർ ആൻഡ് ഫ്യൂച്ചർ വേറെ ഏതെങ്കിലും രാജ്യത്ത്. ദ ഫസ്റ്റ് പോയിന്റ് ദാറ്റ് കംസ് ടു മൈ മൈൻഡ് ഇസ് ഇഫ് യു ഗോയിങ് ഗോ ഫാസ്റ്റ്. കാരണം എനിക്കിപ്പോൾ 24 വയസ്സായി. ദ തിങ് ദാറ്റ് റിയലി സർപ്രൈസ് മീ അലോട്ട്, ഞാൻ ഈ രാജ്യത്ത് വന്ന് ഇറങ്ങി കഴിഞ്ഞിട്ട് എനിക്ക് മനസ്സിലായത് എന്താണെന്ന് വെച്ചാൽ, അധികം ആൾക്കാർ ഇപ്പം അങ്ങനെ മാസ്റ്റേഴ്സ് പഠിക്കാനോ അല്ലെങ്കിൽ പിന്നെ ഈ പറഞ്ഞ PhD എടുക്കാനോ ഒരു പ്രായം കഴിഞ്ഞാൽ പോകത്തില്ല. ഇപ്പോൾ ഒരു 23-24 വയസ്സിൽ രാജ്യം വിടുന്ന ആൾക്കാർ വളരെ വിരളമാണ്. അതുകൊണ്ട് തന്നെ പോകാൻ വല്ലതും പ്ലാൻ ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് പോകുന്നതായിരിക്കും നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം നിങ്ങളിപ്പോൾ നാട്ടിൽ നിന്നിട്ട് ഒരു എക്സ്പീരിയൻസ് ബേസ് ചെയ്ത് നിങ്ങൾ മാസ്റ്റേഴ്സ് പഠിക്കാനോ പുറത്തേക്ക് പോകാൻ വല്ലതും നോക്കുകയാണെങ്കിൽ അത് രാജ്യം അനുസരിച്ചിരിക്കും. എനിക്ക് മനസ്സിലായ എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഞാൻ വന്നിരിക്കുന്ന ഓസ്ട്രേലിയയിലാണ്. എനിക്കിപ്പോൾ 2.5 വർഷം എക്സ്പീരിയൻസ് IT-യിലുണ്ട്. പക്ഷേ ഓസ്ട്രേലിയൻ്റെ നിയമം വെച്ചിട്ട് ഇവർക്ക് ഇപ്പോൾ ഒരു എന്താ പറയുക, ഒരു 1 to 3 years ഓഫ് എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർ അവരുടെ രാജ്യത്ത് വന്നിട്ട് ഇപ്പോൾ മാസ്റ്റേഴ്സ് പഠിച്ചിട്ട് പ്രീവിയസ് എക്സ്പീരിയൻസ് ഉണ്ടെന്നും പറഞ്ഞുകൊണ്ട് അതിന് അത്ര റെലവൻസ് ഇല്ല. അവർക്ക് റെലവൻസ് എന്താണെന്ന് വെച്ചാൽ, അവരുടെ രാജ്യത്ത് എന്തെങ്കിലും എഡ്യൂക്കേഷൻ ചെയ്തിട്ടുണ്ടോ, അങ്ങനത്തെ ആൾക്കാരെയാണ് പ്രിഫർ ചെയ്യണേ. അപ്പോൾ നാട്ടിൽ നിന്നിട്ട് ഒരു 1 to 3 year ഓഫ് എക്സ്പീരിയൻസ് എടുത്തിട്ട് ഓസ്ട്രേലിയ പോലത്തെ രാജ്യത്തേക്ക് വല്ലതും വരാൻ നോക്കുന്ന ആൾക്കാരാണ്. കാരണം എൻ്റെ എക്സ്പീരിയൻസും കൊണ്ട് എനിക്ക് പെട്ടെന്ന് ജോലി കിട്ടുമെന്ന് നോക്കുന്ന ആൾക്കാരുടെ സാധ്യത വളരെ ചുരുക്കമാണ്. കാരണം അവർ പ്രിഫർ ചെയ്യണത്, ഞാൻ പറഞ്ഞ പോലെ, ഇവിടെ ഈ രാജ്യത്ത് എന്തെങ്കിലും പഠിച്ചിട്ടുണ്ടോ, എന്തെങ്കിലും ഡിഗ്രി ഹോൾഡ് ചെയ്യുന്നുണ്ടോ നോക്കിയിട്ടാണ് സെലക്ട് ചെയ്യണത്. പക്ഷെ അതേ സമയത്ത് ഇപ്പോൾ അയർലൻഡോ ജർമ്മനിയോ എന്ന് വെച്ചാൽ യൂറോപ്യൻ കൺട്രീസിൽ നിങ്ങളുടെ എക്സ്പീരിയൻസിന് നല്ല വാല്യൂ ഉണ്ട്. അപ്പോൾ നിങ്ങൾ എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് ഒരു രാജ്യം നോക്കണമെങ്കിൽ യു ഷുഡ് ബി ലുക്കിംഗ് ഫോർ യൂറോപ്പ്. കാരണം ദർ വാല്യൂ അവർ എക്സ്പീരിയൻസ്. ഇപ്പോൾ നമുക്ക് ഇന്ത്യൻ എക്സ്പീരിയൻസ് ഉണ്ട്, അല്ലെങ്കിൽ പിന്നെ വേറെ ഏതെങ്കിലും രാജ്യത്തെ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അവിടെ അത് വാല്യൂ ചെയ്യും. ഓസ്ട്രേലിയ പോലത്തെ രാജ്യത്ത് ദ വാല്യൂ എക്സ്പീരിയൻസ് ഓൺലി ഇഫ് യു ഹാവ് എ ലോങ് പീരിയഡ് ഓഫ് എക്സ്പീരിയൻസ്. എന്ന് വെച്ചാൽ ഒരു 5 to 7 വർഷം ഓഫ് എക്സ്പീരിയൻസ് എങ്കിലും ഉണ്ടെങ്കിലാണ് പിന്നെയും ജോലി കിട്ടാൻ ഒരു സാധ്യത കൺസിഡറേഷൻ ഉണ്ടാവുള്ളൂ, ഇപ്പോൾ നിങ്ങളുടെ എഡ്യൂക്കേഷൻ കഴിഞ്ഞിട്ട്. അല്ലെങ്കിൽ നിങ്ങളുടെ എഡ്യൂക്കേഷൻ ബേസ്ഡ് ആയിട്ട് മാത്രമായിരിക്കും നിങ്ങൾക്ക് ജോലി കിട്ടാൻ പോണേ. പക്ഷെ അതേ സമയത്ത് യൂറോപ്പിൽ നിങ്ങളിപ്പോൾ കുറേ വർഷത്തെ എക്സ്പീരിയൻസ് കഴിഞ്ഞിട്ട് നിങ്ങൾ കയറി പോകുന്ന ഒരാളാണെങ്കിൽ ദാറ്റ് മീൻസ് ഇറ്റ് ഈസ് ഈസിയർ ഫോർ യു ടു ഫൈൻഡ് എ ജോബ്. വിച്ച് ബ്രിങ്സ് മീ ടു മൈ പോയിന്റ്, എന്തിനാണ് കാത്തിരിക്കണേ എന്ന് വെച്ചാൽ, പുറത്തേക്ക് പോകാൻ എന്തെങ്കിലും അവസരമോ സാധ്യതയോ ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് പോകുന്നതാണ് നല്ലതെന്നാണ് എനിക്ക് മനസ്സിലായത്. എനിക്കിപ്പോൾ നാട്ടിൽ 4 വർഷം ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് പഠിച്ച ഡിഗ്രി ഉണ്ട് എൻ്റെ കയ്യിൽ. അത് കഴിഞ്ഞിട്ട് ഞാൻ 2.5 വർഷം എനിക്ക് എക്സ്പീരിയൻസ് ഉള്ളത് IT-യിലാണ്. പക്ഷെ ഞാൻ മാസ്റ്റേഴ്സ് പെർസ്യൂ ചെയ്യാൻ തീരുമാനിച്ചത് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിലാണ്. ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് ഇൻ്റഗ്രേറ്റഡ്. അപ്പോൾ എനിക്ക് 2.5 വർഷം ഓഫ് എക്സ്പീരിയൻസ് IT-യിലുണ്ടെന്നും പറഞ്ഞുകൊണ്ട് ഇവിടെ ഇനിയിപ്പോൾ ഒരു റെലവൻസ് ഇല്ല. ഒരു ഡൊമൈൻ ഓഫ് വർക്കിൻ്റെ എക്സ്പീരിയൻസ് അല്ലെങ്കിൽ പിന്നെ ഒരു കോർപ്പറേറ്റ് കൾച്ചറിൻ്റെ ഒരു എക്സ്പീരിയൻസ് എനിക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും, അതെനിക്ക് തീർച്ചയായിട്ടും പറയാം. അതല്ലാണ്ട് വലിയ റെലവൻസ് എൻ്റെ കരിയറിൽ അത് കാണിക്കാൻ പോകുന്നില്ല. അതുപോലെ തന്നെ നിങ്ങൾക്കിപ്പോൾ ഏതെങ്കിലും ഒരു മാസ്റ്റേഴ്സ് ഡിഗ്രിയോ അല്ലെങ്കിൽ പിന്നെ ബാച്ചിലേഴ്സ് ഒക്കെ പഠിക്കാൻ പ്ലാൻ ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് പോകുന്നതാണ് നല്ലത് ഓസ്ട്രേലിയ പോലത്തെ രാജ്യത്ത്. പക്ഷെ അതേ സമയത്ത് നിങ്ങൾ യൂറോപ്പിലേക്കൊക്കെ പോകാൻ നോക്കണമെങ്കിൽ പറഞ്ഞ പോലെ ഗെയിൻ സം എക്സ്പീരിയൻസ് ആൻഡ് ദെൻ ട്രൈ ഫോർ മാസ്റ്റേഴ്സ്. ഇറ്റ്സ് ഗോയിൻ ടു ഡു യു ഗുഡ്. കാരണം ഞാൻ കുറേ ആൾക്കാരുടെ അടുത്ത് ഞാൻ ഓസ്ട്രേലിയ എത്തുന്നതിന് മുന്നേ യൂറോപ്പിനെ പറ്റി കുറേ എൻക്വയറി ചെയ്തതാണ്. അപ്പോൾ എനിക്ക് മനസ്സിലായതാണ്, നിങ്ങൾക്കിപ്പോൾ എന്തെങ്കിലും ഒരു ഡിഗ്രി മൈൻഡ് ഓഫ് എക്സ്പീരിയൻസും കൂടെ ഉണ്ടെങ്കിൽ അവിടെ ജോലി കിട്ടാൻ എളുപ്പമാണ്. പിന്നെ വേറെ ഒരു കാര്യം എന്താ ചിന്തിക്കേണ്ടതെന്ന് വെച്ചാൽ, ഇപ്പോൾ പ്രായം കൂടിയിട്ട് രാജ്യത്ത് എത്തുന്ന ആൾക്കാർ വളരെ ചുരുക്കമാണ്. ഞാൻ പറഞ്ഞ പോലെ ഇപ്പോൾ പണ്ടത്തെ ട്രെൻഡൊക്കെ മാറി. ആദ്യം ഒരു ബാച്ചിലേഴ്സ് പഠിച്ച് കുറച്ച് എക്സ്പീരിയൻസ് ഒക്കെ ആയി കഴിഞ്ഞിട്ട് പുറത്തേക്ക് പോകണത്. ഇപ്പോൾ എല്ലാവരും +2 കഴിഞ്ഞിട്ടാണ് പോണതാണ്. അപ്പോൾ ഞാനൊക്കെ ആണെങ്കിൽ ഇപ്പോൾ ഇവിടെ മീറ്റ് ചെയ്യുന്ന ആൾക്കാർ വളരെ എന്താ പറയുക, എല്ലാം ഈ സ്കൂൾ പിള്ളേരാണ്. എന്ന് വെച്ചാൽ +2 കഴിഞ്ഞിട്ട് ജസ്റ്റ് പഠിക്കാൻ വന്നവർ, 1 വർഷം 2 വർഷം നിൽക്കുന്നവർ. പക്ഷേ അവരുടെ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ, +2 കഴിഞ്ഞിട്ട് വന്നുകൊണ്ട് ദേ ഹാഡ് റൂം ഫോർ ഇംപ്രൂവ്മെൻറ്റ്, റൂം ഫോർ ഗ്രോത്ത്. അതുകൊണ്ട് തന്നെ എല്ലാ കാര്യവും തന്നെയായിട്ട് നോക്കിയും കണ്ടും ചെയ്ത് സസ്റ്റെയിൻ ചെയ്ത് കാര്യങ്ങൾ പഠിച്ച് മനസ്സിലാക്കി വളരെ ചുരുക്കം പ്രായത്തിൽ സെൽഫ് സസ്റ്റെയിൻഡ് ലൈഫ് സ്റ്റൈൽ ജീവിക്കുന്ന ആൾക്കാരാണ്. പക്ഷെ അതേ സമയത്ത് ഇപ്പോൾ നാട്ടിലാണ് നിൽക്കണമെങ്കിൽ നമ്മൾക്ക് എന്താ പറയുക, നമ്മൾ ഭയങ്കര ഈസി ആയിട്ട് ലൈഫിനെ കാണും. നമുക്കെല്ലാം ഉണ്ട്, ഫുഡുണ്ട്, അല്ലെങ്കിൽ പിന്നെ ട്രാവൽ ചെയ്യാൻ വണ്ടിയുണ്ട്, എല്ലാം ഉണ്ടെന്നുള്ളൊരു ചിന്തയിൽ നമ്മൾ ഇരുന്ന് പോവും. ദാറ്റ്സ് ഗോയിങ് ടു മേക്ക് അവർ ലൈഫ് ഈസിയർ, ദാറ്റ്സ് ഗോയിങ് ടു മേക്ക് അവർ ലൈഫ് വെരി കംഫർട്ടബിൾ. പക്ഷെ അതേ സമയത്ത് ഇവിടെ വന്ന പിള്ളേർക്ക് അങ്ങനെയല്ല.
ഇവർക്ക് ഫ്രം സ്ക്രാച്ച് സ്കൂൾ കഴിഞ്ഞത് തുടങ്ങേണ്ടതാണ്. അതുകൊണ്ട് തന്നെ ഇപ്പം ഞാനാണെങ്കിലും എൻ്റെ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാനായിട്ട് എന്താ ചെയ്യേണ്ടത്, എങ്ങനെയാണ് നോക്കേണ്ടതെന്ന് ചോദിക്കാനായിട്ട് ഈ പറഞ്ഞ പിള്ളേർ സെറ്റിൻ്റെ അടുത്ത് ഞാൻ ചോദിക്കുന്നത്. കാരണം ദേ ഹാഡ് ടു സസ്റ്റെയിൻ ദംസെൽസ് ഇൻ എ കൺട്രി. പക്ഷെ അതേ സമയത്ത് നാട്ടിൽ നിൽക്കുന്ന ഒരാൾ കംഫർട്ടബിൾ ആയിട്ട് നിൽക്കുന്നതുകൊണ്ട് അയാൾക്ക് ഫ്രം സ്ക്രാച്ച് തുടങ്ങുന്നതിൻ്റെ ഒരു ബുദ്ധിമുട്ടൊന്നും അറിയത്തില്ല. ദാറ്റ് ബ്രിങ്സ് മീ ടു മൈ സെക്കൻഡ് പോയിന്റ്. ശരിക്കും രാജ്യം വിടേണ്ട ആവശ്യമുണ്ടോ? ഇന്ത്യ വിട്ട് പുറത്തേക്ക് പോകണം? ഓക്കെ, ടു ആൻസർ ദാറ്റ് ക്വസ്റ്റ്യൻ, നിങ്ങൾക്കിപ്പോൾ ഒരു ഫോമോ എന്ന് വെച്ചാൽ എന്തെങ്കിലും മിസ്സിങ് ഔട്ട് ആവും എന്ന് ഓർത്തുകൊണ്ട് രാജ്യം വിടുന്ന ആൾക്കാരാണെങ്കിൽ എനിക്ക് പറയാനുള്ളത്, ദർ ഇസ് നത്തിങ് മച്ച് യു ആർ ആക്ച്വലി മിസ്സിങ് ഔട്ട്. ഇപ്പോൾ ഒരു പ്രായം കഴിഞ്ഞിട്ട് അത്യാവശ്യം നല്ല സാലറി നാട്ടിലുണ്ട്, എന്നിട്ട് പുറത്തേക്ക് നോക്കണതിൽ എനിക്ക് വലിയ യോജിപ്പില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും പേഴ്സണൽ റീസൺ ഉണ്ടെങ്കിൽ ഫോർ ഷുവർ ഓക്കെ. ഇപ്പം ഞാൻ എൻ്റെ ഒരു പേഴ്സണൽ കാര്യം പറയുകയാണെങ്കിൽ ഐ ഹാഡ് ഗുഡ് പേ ബാക്ക് ഇൻ ദ കൺട്രി. ഇൻ ഇന്ത്യയിൽ എനിക്ക് അത്യാവശ്യം നല്ല പേ ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ മാസ്റ്റേഴ്സ് പേഴ്സ് ചെയ്യാൻ ഓർത്തതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ എൻ്റെ ലൈഫ് ഭയങ്കര മോണോട്ടോണസ് ആയിരുന്നു. ഇറ്റ് വാസ് ഗോയിങ് ദ സെയിം ഈവൻ ഇഫ് ഹൈ പേ വാസ് ദെയർ. നല്ല പ്രായത്തിൽ ഒരേപോലെ തന്നെ മോണോട്ടോണസ് ആയിട്ട് ലൈഫ് ആണ് സഹിക്കാത്തതുകൊണ്ട് ഐ വോണ്ടഡ് ടു ടേക്ക് അപ്പ് എ ചലഞ്ച്. സോ ദാറ്റ്സ് റീസൺ ഐ ഡിസൈഡഡ് ടു ടേക്ക് അപ്പ് മാസ്റ്റേഴ്സ്. പക്ഷേ അതേ സമയത്ത് ഫ്രം സ്ക്രാച്ച് തുടങ്ങാൻ താല്പര്യമില്ല, അല്ലെങ്കിൽ മാനുവൽ ലേബർ ചെയ്യാൻ താല്പര്യമില്ല പാർട്ട് ടൈമും കൊണ്ട്, അല്ലെങ്കിൽ പിന്നെ എല്ലാ കാര്യവും സ്വന്തമായിട്ട് ഒറ്റയ്ക്ക് ഫ്രം സ്ക്രാച്ച് ചെയ്ത് തുടങ്ങാൻ പറ്റാത്ത ആൾക്കാർക്ക് പറ്റിയ ഒരു സ്ഥലമല്ല. കാരണം പീപ്പിൾ ഗ്രോ ഹിയർ. സ്വന്തമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കണു, ഒറ്റയ്ക്ക് കാര്യങ്ങൾ മനസ്സിലാക്കി മുമ്പോട്ടേക്ക് മെച്യൂർ ആവണ ഒരു സ്ഥലമാണ് ഇവിടെ. അപ്പോൾ നിങ്ങൾക്കൊരു കംഫർട്ടബിൾ ലൈഫാണ് ജീവിക്കാൻ താല്പര്യമെങ്കിൽ പുറത്തേക്ക് നോക്കല്ലെന്നാണ് ഞാൻ പറയത്തുള്ളൂ. അതിലൊരു തെറ്റുമില്ല, അത് ഓരോ ആൾക്കാരുടെ പേഴ്സണൽ ചോയ്സാണ്. ഇപ്പോൾ നിങ്ങൾക്ക് നാട്ടിലായാലും സാലറി ഉണ്ട്, നിങ്ങൾ കംഫർട്ടബിളാണ്, നിങ്ങൾക്ക് എല്ലാ കാര്യം ഉണ്ടെങ്കിൽ നിങ്ങളാണെങ്കിൽ അപ്പുറത്ത് നോക്കിയിട്ട് അവിടെ പോയാൽ എനിക്കിത് കൂടുതൽ കിട്ടുമെന്ന് ഓർക്കണതിൽ വലിയ അർത്ഥമില്ലെന്നാണ് ഞാൻ പറയാൻ നോക്കുന്നത്. കാരണം നമ്മുടെ നാട്ടിൽ ഉള്ള എന്താണ് ഇവിടെ ഇല്ലാത്തതെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. കാരണം if you have good salary in India and if you feel like your life is good over there, I would advise you to stay there. കാരണം ഫ്രം ഹിയർ യു ആർ സ്റ്റാർട്ടിങ് ഫ്രം സ്ക്രാച്ച്. അല്ലെങ്കിൽ പേഴ്സണലായിട്ട് എന്നെ പോലെ ഒരു ചലഞ്ച് വേണം, ലൈഫ് മോണോട്ടോണസ്, എന്തെങ്കിലും ഒരു പുതുമ വേണം എന്നൊക്കെ ഓർക്കുന്ന ആൾക്കാരാണെങ്കിൽ ഓക്കെ, ഇറസ്പെക്റ്റീവ് ഓഫ് നിങ്ങളുടെ എക്സ്പീരിയൻസോ സിറ്റുവേഷൻ എന്താണെന്ന് നോക്കിയിട്ട് നിങ്ങൾ കയറിപ്പോരും, ഇറ്റ്സ് ഫൈൻ. പക്ഷേ മൈ ബിഗ്ഗസ്റ്റ് അഡ്വൈസ് വുഡ് ബി, പോകാൻ വല്ലതും താല്പര്യം ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് പോകുന്നതാണ്. കാരണം ദിസ് ഏജ് ഡിഫറൻസ് ഓൾസോ മാറ്റേഴ്സ്. കാരണം what I mean is, ഇപ്പോൾ എല്ലാ ആൾക്കാരും എല്ലാ ഏജിലുള്ള ആൾക്കാരായിട്ട് വൈബ് ചെയ്യുമെന്ന് എനിക്ക് പേഴ്സണലി തോന്നുന്നില്ല. ചില ആൾക്കാരുണ്ട്, ഇപ്പോൾ ഏത് പ്രായത്തിലുള്ള ആൾക്കാരൊപ്പമായിട്ട് കമ്പനി അടിച്ച് കിടക്കും, മിണ്ടിയും പറഞ്ഞ് രസിച്ച് കിടക്കും. പക്ഷേ പേഴ്സണലി ഐ ഫീൽ ലൈക്ക് നോട്ട് എവറി പീപ്പിൾ ആർ മെൻ ഫോർ ദാറ്റ്. ഇപ്പോൾ നിങ്ങൾ വന്നെത്തുന്ന ഒരു സ്ഥലത്ത് മലയാളികളില്ല, അല്ലെങ്കിൽ പിന്നെ വളരെ ചുരുക്കം ആൾക്കാരേ ഉള്ളൂ മിണ്ടാനായിട്ട്, പ്രായവ്യത്യാസം ഉണ്ടെങ്കിൽ യു വിൽ ആക്ച്വലി മിസ് എ ലോട്ട് ഓഫ് തിങ്സ് ദാറ്റ് യു ഹാഡ് ബാക്ക് ഇൻ യുവർ കൺട്രി. ഇപ്പോൾ എനിക്ക് പേഴ്സണലി എൻ്റെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുകയാണെങ്കിൽ, ഞാൻ നാട്ടിൽ എൻ്റെ പ്രായത്തിലുള്ള ഫ്രണ്ട്സിൻ്റെ ഒപ്പം 2.5 വർഷം നിന്ന് ഫുഡ് കഴിച്ചുകൊണ്ടിരുന്ന സിനിമയ്ക്ക് പോയത്. പക്ഷേ ഇവിടെ എന്ന് വെച്ചാൽ ആൾക്കാരുണ്ടോ എന്ന് വെച്ചാൽ ഉണ്ട്, പക്ഷേ വളരെ ചുരുക്കമായിരിക്കും. ഞാൻ എത്തിയേക്കുന്ന സ്ഥലത്ത് അത്യാവശ്യം മലയാളികൾ ഉള്ളതുകൊണ്ട് എനിക്കത് പറയാൻ പറ്റുന്നു. പക്ഷേ അതേ സമയത്ത് ഒട്ടും മലയാളികൾ ഇല്ലാത്തൊരു സ്ഥലവും കൂടെ ആയിരുന്നെങ്കിൽ മൈ സിറ്റുവേഷൻ വുഡ് ഹാവ് ബീൻ ഡിഫറെൻറ്റ്. സോ ഈ ഏജ് ഡിഫറൻസ് റിയലി മാറ്റേഴ്സ്. അത്യാവശ്യം പ്രായമായിട്ട് പുറത്തേക്ക് വന്ന് നോക്കുന്ന ആൾക്കാർ, അത്യാവശ്യം എന്ന് വെച്ചാൽ ഞാൻ എന്താ പറയുക, ജനറലൈസ് ചെയ്യണമെന്നും അല്ല, 30+ ആയി 20+ ആയി അതിന് പ്രശ്നമുണ്ടെന്ന്. വട്ട് ഐ മീൻ ഇസ്, ഒരു സ്കൂൾ ഏജ് കഴിഞ്ഞിട്ട് പുറത്തേക്ക് പോകാണ്ട് ലേറ്റർ ഓൺ ഇൻ ദിയർ ലൈഫ് പുറത്തേക്ക് വന്ന് നോക്കുന്ന ആൾക്കാരുടെ അടുത്ത് എനിക്ക് പറയാനുള്ളത്, ഡോണ്ട് ബി സർപ്രൈസ് സീയിങ് എ ലോട്ട് ഓഫ് കിഡ്സ്. എന്ന് വെച്ചാൽ 18 വയസ്സ് കഴിഞ്ഞിട്ട് സ്കൂൾ കഴിഞ്ഞിട്ട് വന്ന ആൾക്കാരാണ് അധികവും. അപ്പോൾ നിങ്ങൾ ലേറ്റായിട്ട് ഡിസിഷൻ എടുത്ത് പുറത്തേക്ക് പോകുമ്പോൾ ഏജ് ഡിഫറൻസ് തോന്നുമ്പോൾ ഡോണ്ട് ബി സർപ്രൈസ്, കാരണം ദാറ്റ് ഇസ് എ റിയാലിറ്റി. ആൻഡ് ഫൈനലി, ദ ലാസ്റ്റ് പോയിന്റ് ദാറ്റ് ഐ വോണ്ടഡ് ടു കൺവേ, ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ദാറ്റ് ഐ വോണ്ടഡ് ടു കൺവേ ഇസ്, നിങ്ങൾക്ക് പഠിക്കാൻ ശരിക്കും പാഷനുണ്ട്, നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾ മനസ്സിലാക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ പുറത്തേക്ക് പോകണം, നിങ്ങൾക്ക് നല്ലതാണ്. കാരണം ഒരു 90 to 95% ആൾക്കാരും കരിയർ ഉണ്ടാക്കാനും അല്ലെങ്കിൽ പിന്നെ അത്യാവശ്യം നല്ല പേ കിട്ടുമെന്ന് പ്രതീക്ഷിച്ച് പുറത്തേക്ക് പോകുന്ന ആൾക്കാരാണ്. ആൻഡ് ദർ ഇസ് നത്തിങ് റോങ് വിത്ത് ദാറ്റ്. പക്ഷേ വളരെ ചുരുക്കം ആൾക്കാരാണ് മാസ്റ്റേഴ്സോ ബാച്ചിലേഴ്സോ PhD ഒക്കെ എടുക്കുന്ന ആൾക്കാർ, നല്ല പാഷനേറ്റ് ആയിട്ട് പഠിക്കണം, നല്ല അറിവ് നേടണം എന്ന് ഓർക്കണ ആൾക്കാർ. അപ്പോൾ അങ്ങനത്തെ ആൾക്കാരുടെ അടുത്ത് എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, പുറത്തേക്ക് പോണതാണ് നല്ലത്. നമ്മുടെ ഇന്ത്യൻ എഡ്യൂക്കേഷൻ ഒരു ഫോൾട്ടുള്ള എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ജസ്റ്റ് തിയറി മാത്രമേ അറിയത്തുള്ളൂ. നമ്മൾ ബുക്ക് വേംസ് മാത്രം, ബുക്കിൽ ഉള്ള കാണാപ്പാടം പഠിക്കണം, നമ്മൾ പോയി ടെസ്റ്റ് എഴുതണം, പാസ്സാവണം, നല്ല മാർക്ക് മേടിക്കണം. അതിൽ സത്യം പറഞ്ഞ് വലിയ റെലവൻസ് ഇല്ല. വാട്ട് ഇൻഡസ്ട്രി അല്ലെങ്കിൽ പിന്നെ കരിയറിന് ശരിക്കും എന്താ വേണ്ടതെന്ന് വെച്ചാൽ, നമുക്ക് ആപ്ലിക്കേഷൻ നോളേജ് ഉണ്ടോ, നമുക്കാണെങ്കിൽ കാര്യം ചെയ്യാൻ അറിയാമോ, അങ്ങനത്തെ ഒരു പെർസ്പെക്റ്റീവ് അല്ലെങ്കിൽ പിന്നെ നമുക്ക്
റിയാലിറ്റിയിൽ വർക്കിലേക്ക് വരുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടതെന്ന് പുറത്തുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസിനാണ് ഏറ്റവും നന്നായിട്ട് ചെയ്യാൻ അറിയാവുന്നത്. കാരണം ഇവിടെയൊക്കെ എന്ന് വെച്ചാൽ ഒരു ബുക്ക് ബേസ്ഡ് പഠിത്തമല്ല, എല്ലാം ആപ്ലിക്കേഷനാണ്. നിങ്ങളിപ്പോൾ ഒരു കാര്യം കോൺസെപ്റ്റ് പഠിച്ചു, അത് വെച്ചിട്ടുള്ള എന്ത് അസൈൻമെൻറ്റ് അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ റിയൽ ലൈഫായിട്ട് എന്താണ് അത് വെച്ചിട്ട് ചെയ്യണേ, അങ്ങനത്തെ തൊട്ടൊരു മാർക്കിംഗ് ആണ് ഇവിടെ. അല്ലാണ്ട് നാട്ടിലത്തെ പോലെ ബുക്ക് നോക്കി പഠിച്ചു, എന്തോ പഠിച്ചു, പാസ്സായി, കിട്ടിയില്ല, അങ്ങനെയൊന്നുമല്ല. ഇവിടെ എന്ന് വെച്ചാൽ ഒരു കാര്യം പഠിച്ചോ അത് റിയൽ ലൈഫിൽ എങ്ങനെ അപ്ലൈ ചെയ്യും അത് വെച്ചിട്ടാണ് അസസ് ചെയ്യണത്. അപ്പോൾ അതിൻ്റെ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇൻഡസ്ട്രി എക്സ്പീരിയൻസ് കോളേജിൽ അല്ലെങ്കിൽ പിന്നെ യൂണിവേഴ്സിറ്റി വെച്ച് തന്നെ ഉണ്ട്. പക്ഷെ അതേ സമയത്ത് നാട്ടിലാണെങ്കിൽ നമ്മൾ ബാച്ചിലേഴ്സ് പഠിക്കണം, അത് പഠിച്ചു കഴിഞ്ഞിട്ട് എന്തെങ്കിലും ജോലി കിട്ടിക്കഴിയുമ്പോൾ മനസ്സിലാക്കണം പഠിച്ച സാധനമായിട്ട് ഒരു ബന്ധവുമില്ല. നമുക്കൊരു ഇൻഡസ്ട്രി ആപ്ലിക്കേഷൻ നമ്മൾ കോളേജിൽ പഠിച്ചിട്ടില്ല നമുക്ക് ഇവിടെ ചെയ്യാൻ പറ്റണേ. അങ്ങനെ ഒരു ഡ്രോബാക്ക് നമ്മുടെ ഇന്ത്യൻ എഡ്യൂക്കേഷനുണ്ട്. നമുക്ക് തിയറി ബേസ്ഡ് പഠിത്തം മാത്രമേ ഉള്ളൂ, അല്ലാണ്ട് ആപ്ലിക്കേഷൻ ബേസ്ഡ് എങ്ങനെ ചെയ്യണമെന്ന് പുറത്തുള്ള യൂണിവേഴ്സിറ്റിയിലാണ് നല്ലത്. നിങ്ങൾക്ക് അത്രയ്ക്ക് ബുദ്ധിയും അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ ഈ ടോപ്പ് റാങ്കിൽ എത്തിയിട്ട് നിങ്ങളാണെങ്കിൽ ഒരു യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ കോളേജിൽ നാട്ടിൽ കിട്ടുമെന്ന് ഉറപ്പുള്ള ആൾക്കാർ മാത്രമേ നിൽക്കാൻ പാടുള്ളൂ. അല്ലാണ്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് ചിന്തിക്കുന്ന ആൾക്കാർ നാട്ടിൽ നിൽക്കണതിൽ എനിക്ക് ഒരു അഭിപ്രായമില്ല. കാരണം അതാണ് റിയാലിറ്റി. കാരണം നാട്ടിൽ എന്ന് വെച്ചാൽ നിങ്ങൾ കോമ്പീറ്റ് ചെയ്യണ എത്ര ആൾക്കാരായിട്ടാണ് ഒരു പരീക്ഷ തന്നെ 10 ലക്ഷം ആൾക്കാർ 20 ലക്ഷം ആൾക്കാർ ഒരു പരീക്ഷ ചെയ്തു. ഫോർ പൊസിഷൻസ് ആർ ഓപ്പൺ ഫോർ ഹൺഡ്രഡ്സ് അല്ലെങ്കിൽ പിന്നെ തൗസൻഡ്സ്. പക്ഷെ ഇവിടെയെന്ന് വെച്ചാൽ ആൾക്കാർ ചുരുക്കുക. അതുകൊണ്ട് തന്നെ അപ്ലൈ ചെയ്താൽ പിന്നെയും വിളി കിട്ടാനോ അല്ലെങ്കിൽ പിന്നെ എന്തെങ്കിലും ഓപ്പർച്യൂണിറ്റി ഉണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും അവസരം കിട്ടാൻ സാധ്യത കൂടുതലാണ്. സോ വൈ വേസ്റ്റ് ദാറ്റ് ഓപ്പർച്യൂണിറ്റി? നിങ്ങൾക്ക് ഇപ്പോൾ പുറത്തേക്ക് പോകണം, ഒരു ലൈഫ് എസ്റ്റാബ്ലിഷ് ചെയ്യണം, പുതിയ എക്സ്പീരിയൻസുകൾ വേണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരാണെങ്കിൽ പുറത്തേക്ക് വന്നാൽ നല്ലതാണ്. അതിൻ്റെ ഒപ്പം നിങ്ങൾക്ക് പഠിച്ച് ഇൻഡെപ്ത് കോർ നോളേജ് നിങ്ങൾക്ക് പഠിക്കുന്ന ഫീൽഡിൽ വേണമെന്ന് ആഗ്രഹമുള്ള ആൾക്കാരാണെങ്കിൽ ഐ വുഡ് സേ ഗോ അബ്രോഡ് ഇഫ് യു ഹാവ് ദ ചാൻസ്. കാരണം ആപ്ലിക്കേഷൻ ബേസ്ഡ് സ്റ്റഡി ആക്ച്വലി മാറ്റേഴ്സ്. അതേ സമയത്ത് നിങ്ങളുടെ നാട്ടിൽ 10 ലക്ഷം 20 ലക്ഷം ആൾക്കാരായിട്ട് കോമ്പീറ്റ് ചെയ്തിട്ട് ഒരു സീറ്റ് കിട്ടി കഴിഞ്ഞിട്ട് പഠിച്ചിറങ്ങുമ്പോഴും ജോലി കിട്ടുമോ ഇല്ലയോ എന്ന് അറിയാത്ത സാഹചര്യത്തിനെക്കാട്ടിലും നല്ലത് പുറത്തേക്ക് വന്ന് എൻജോയ് ചെയ്ത് ആപ്ലിക്കേഷൻ ബേസ്ഡ് നോളേജ് ഗെയിൻ ചെയ്യണതാണ്. സോ ഇത്രയും പോയിന്റുകളാണ് എനിക്ക് പുറത്തേക്ക് വന്നോ വേണ്ടതെന്ന് ഓർക്കണ ആൾക്കാരുടെ അടുത്ത് എനിക്ക് പറയാനുള്ളത്. ദ ഇമ്പോർട്ടൻറ്റ് തിങ് ഈസ് യു അണ്ടർസ്റ്റാൻഡ് വാട്ട് ഈസ് യുവർ പേഴ്സണൽ ഗോൾ. ഇപ്പോൾ ഡോണ്ട് ലിവ് ഇൻ ദിസ് മിസ്കൺസെപ്ഷൻ. ഇപ്പോൾ പുറത്തേക്ക് വന്ന പൈസ ഉണ്ടാക്കാം, ജീവിക്കാം, അങ്ങനെയൊന്നും അല്ല റിയാലിറ്റി. നല്ല പ്രായമായി കഴിഞ്ഞിട്ട് PR കിട്ടുന്ന ആൾക്കാർ അല്ലെങ്കിൽ പിന്നെ നല്ലോണം സ്ട്രഗിൾ ചെയ്യുന്ന ആൾക്കാരെയാണ് അധികം കാണാനുള്ളത്. അല്ലാണ്ട് ഒരു ഈസി ലൈഫ് ജീവിക്കുന്ന ആരുമില്ല. സോ പുറത്തേക്ക് വരാൻ പ്ലാൻ ഉണ്ടെങ്കിൽ ദ ഇമ്പോർട്ടൻറ്റ് തിങ് യു ഷുഡ് റിയലൈസ് ഇസ് യു ആർ സ്റ്റാർട്ടിങ് എവറിത്തിങ് ഫ്രം സ്ക്രാച്ച്. നമ്മൾ നാട്ടിൽ നിന്ന പോലെ അല്ല, എല്ലാം നമ്മൾ തന്നെ കണ്ടുപിടിച്ച് ചെയ്യണം, നമ്മൾ തന്നെ സെൽഫ് സസ്റ്റെയിൻ ചെയ്യണം. അല്ലാണ്ട് ആരും നമ്മളെ ഹെൽപ്പ് ചെയ്യാനൊന്നുമില്ല. അതേ സമയത്ത് കുറേ എക്സ്പീരിയൻസുകൾ ഗെയിൻ ചെയ്യാന്നുള്ള ഒരു ഉറപ്പുണ്ട് ഇവിടെ. സോ യു കുഡ് ട്രൈ അബ്രോഡ്. പക്ഷെ അതേ സമയത്ത് നാട്ടിലെല്ലാം കംഫർട്ടബിൾ ആയിട്ട് ജീവിക്കുന്ന ആൾക്കാർ ഒരു പ്രശ്നമില്ല. അത്യാവശ്യം നല്ല സാലറി ഉണ്ട്, അത്യാവശ്യം നല്ല സേവിങ്സ് ഉണ്ട്. നിങ്ങൾക്ക് ഫോമോൻ്റെ ഒരു കാരണം കൊണ്ട് മാത്രം പുറത്തേക്ക് വരാൻ നോക്കണ ആൾക്കാരാണെങ്കിൽ ഐ വുഡ് സജസ്റ്റ് യു ഗൈസ് ഡോണ്ട് കം. ഇപ്പോൾ രാജ്യം വേറെയാണ്, കുറച്ചും കൂടെ സോഫ്റ്റ് വെതർ ഉള്ളതുകൊണ്ട് നല്ല ഫോട്ടോയും സ്റ്റാറ്റസൊക്കെ ഇടാൻ പറ്റുന്നുണ്ടെന്നും പറഞ്ഞുകൊണ്ട് ഇവിടെ വന്നിട്ടൊരു കാര്യമില്ല. കാരണം എല്ലാം ഫ്രം സ്ക്രാച്ചാണ് തുടങ്ങുന്നത്. നിങ്ങൾക്കൊരു കംഫർട്ടബിൾ അല്ലെങ്കിൽ പിന്നെ അധികം ലേബർ ചെയ്യാൻ പറ്റാത്ത കൂട്ടൊരാളാണെങ്കിൽ ഇവിടെ വന്ന കാര്യം ചിന്തിക്കണ്ട. ചുമ്മാ മനസ്സും മടുപ്പിച്ച് ഇവിടെ ഇരിക്കത്തേ ഉള്ളൂ. So what you need to do is you can stick around and find opportunities in India and from there experience വെച്ചിട്ട് നിങ്ങൾക്ക് പുറത്തേക്ക് കാണാൻ നോക്കാം. ഇത്രയും കാര്യങ്ങളായിരുന്നു എനിക്ക് പറയാനുള്ളത്. നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ഇനി അറിയണം, ചോദിച്ച് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ പറയുക. ഐ വിൽ ട്രൈ ടു മേക്ക് വീഡിയോസ് ഓൺ ദാറ്റ്. ഐ ഹോപ്പ് യുവർ ജേർണി ഗോസ് റിയലി വെൽ. ദി ഇമ്പോർട്ടൻറ്റ് തിങ് ടു ഓൾവേസ് റിയലൈസ് ഇസ് അപ്പുറത്തേക്കണ ഒരാളുടെ ലൈഫ് നോക്കിയിട്ട് എനിക്കില്ലല്ലോ എന്ന് ഓർത്തുകൊണ്ട് ചാടാൻ നിൽക്കല്ലേ. എല്ലാവരുടെയും കഥ ഒരുപോലെ അല്ല. എത്ര പെട്ടെന്ന് മനസ്സിലാക്കണം അത്രയും നല്ലത്. So before you guys leave, you can like this video, you can subscribe to this channel, and ഞാൻ പറഞ്ഞ പോലെ comment section you can add your thoughts. I'll catch you next time.